ആരെടുത്തിരിക്കുന്നത്? ഇത് അപ്പുറത്തെ റെസ്റ്റോറന്റിന്റെ ആരെടുത്തിരിക്കുന്നത്? നമ്മൾ കറുത്ത ചോറാന്ന് അതിൽ 99% വണ്ടികളും സ്ട്രൈറ്റ് പോകാനുള്ളവരാണ്. സ്ട്രൈറ്റ് പോകാൻ വേണ്ടി ഒരു ട്രാക്ക് എടുക്കുകയാണ്. അവിടെ ഒരു ബാരിക്കേഡ് പോലെ വെച്ചിട്ട് ആദ്യം നമ്മൾ ബോർഡ് വെക്കും. അവർക്ക് ചുമന്ന ലൈറ്റ് കെട്ടി കിടക്കുമ്പോൾ അസൗകര്യമുള്ളതുകൊണ്ട് പോലീസും മോട്ടോർ വെഹിക്കിളുകാരും കൂടി ഒരു 2 ആഴ്ച ഡ്യൂട്ടിക്ക് ആളെ ഇട്ട് നേരെ വിടും. ഒരു ട്രാഫിക് മാർഗം നിർത്തിയിട്ടായാലും നമ്മൾ നേരെ വിടും. നേരെ പോയി തുടങ്ങുമ്പോൾ എല്ലാവർക്കും അത് ഫീലാകുമ്പോൾ ഈ കിടക്കുന്ന വണ്ടി ഒന്നും കാണില്ല. നമുക്ക് 2 ആഴ്ച അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ആ സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ ബ്ലോക്ക് മുഴുവൻ കാര്യമാണ്. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള ഇതടക്കം എല്ലാ ലൈറ്റിന്റെയും ടൈമർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. നെടുമ്പാശ്ശേരിയിൽ തിരിയുന്നിടത്ത് നമ്മളിപ്പോൾ പോകുന്നുണ്ട്. അവിടെയും നമ്മളൊരു പരിഷ്കാരം കൊണ്ടു സ്ട്രൈറ്റ് ആയിട്ട് പോകാനുള്ള സൗകര്യം അവിടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോകേണ്ടത് മാത്രം വലത്തോട്ട് തിരിഞ്ഞാൽ ഫ്രീ ലെഫ്റ്റും അതെല്ലാം കൊടുത്തിട്ട് മാക്സിമം വണ്ടികളെ സ്ട്രൈറ്റ് വിടാൻ നോക്കും. ഈ വരുന്ന വണ്ടികളിൽ ബഹുഭൂരിപക്ഷം വണ്ടികളും സ്ട്രൈറ്റ് ആയിട്ട് തൃശ്ശൂരേക്ക് പോകാൻ വരുന്നതാണ്. അപ്പോൾ ഈ ടൈമർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ടിക്ക് പോകാൻ പറ്റും. പെരുമ്പാവൂർ എന്നൊരു ബോർഡ് നമ്മളിവിടെ വെച്ചിട്ട് ഈ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് കുറച്ച് ദൂരെ നിന്ന് 2-3 ബോർഡ് വെച്ചാൽ ഈ ലെഫ്റ്റ് പിടിച്ച് കുറേ വണ്ടികൾ അങ്ങോട്ട് പോകും. ഒരുപാട് വണ്ടി ഉണ്ടാവില്ല, കുറച്ച് വണ്ടി ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ എന്നാലും സ്ട്രൈറ്റ് പോകേണ്ടവരല്ല ഇതിൽ പറ്റും. ഈ ലൈറ്റ് നമുക്ക് ലൈറ്റ് പരമാവധി ലൈറ്റ് ഓഫ് ചെയ്യും. പക്ഷേ പല ലൈറ്റുകളും വേണ്ടാന്ന് വെക്കത്തക്ക രീതിയിൽ ചില മാറ്റങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നാട്ടുകാരോട് MLA സംസാരിച്ചിട്ടുണ്ട്, മുനിസിപ്പൽ ചെയർമാൻമാർ സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ അത് ചെയ്യാൻ തീരുമാനിച്ചത് സമയമെടുക്കും. പക്ഷെ പ്രൈമറി ആയിട്ട് നമ്മളിപ്പോൾ ഇത് ഒരു സഡൻ ആയിട്ട് എന്താണ് ഇതിന്റെ ഇമ്പാക്ട് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചില മാറ്റം ടൈം ഒരാഴ്ചയ്ക്കുള്ളിൽ ടൈമർ എല്ലാം 2 ആഴ്ച ഞങ്ങൾ തന്നെ അവര് ടെക്നീഷ്യനെ തരും. അവര് ടെക്നീഷ്യനെ തന്നില്ലെങ്കിൽ നമ്മൾ ടെക്നീഷ്യനെ കൊണ്ടുവരണം. ഡ്രൈവർമാർക്ക് അതിലൊക്കെ നമുക്ക് അവരെ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പഠിക്കുകയല്ല, ഫൈൻ അടിച്ചു കൊടുക്കും.